എന്തോ എന്തോ പാസ്റ്റേ? ആണോ? ഞാൻ എന്റെ തോമസ് ഊട്ടി പാസ്റ്റർ, എന്റെ തോമസ് ഊട്ടി പാസ്റ്ററെ ഞാന് യുദ്ധം ചെയ്ത് ദുബായി പോയി 160 മീറ്റിംഗ് പ്രസംഗിച്ചവൻ. എനിക്കൊരു പുല്ലും എന്നെ ആരും ചെയ്തിട്ടില്ല. അറിയോ? ആണോ? നീ തിരക്കണം റാണി ഞാൻ ആരാണെന്ന്. നമ്മള് പാസ്റ്റർ ഒരു വലിയൊരു വ്യക്തിയായിരിക്കും, നമ്മളൊരു സാധാരണ. നിന്നെ ഞാൻ ലണ്ടനിൽ ഇവിടെ ഇറക്കത്തില്ല കഴിവറ മോനെ. ആണോ? നിന്റെ അയിരൂര് നിന്റെ വീട്ടിൽ കയറി അടിക്കും. നിന്റെ ലണ്ടൻ നിന്നെ ഞാൻ സൈബറിൽ ബ്ലോക്ക് നിന്നെ ശരിയാക്കും ഞാൻ കേട്ടോ. ആണോ? എന്തൊക്കെ ഉറക്കാത്തവന് ഇതൊക്കെയാണോ പാസ്റ്ററെ ദൈവവചനത്തിൽ ഇതൊക്കെയാണോ പറയുന്നത്? ഇങ്ങനെയൊക്കെ തെറി വിളിക്കാനാണോ പറയുന്നത്? നിനക്കെന്നെ എന്നെ നന്നാക്കാൻ നിനക്കെന്നെ കാര്യം? മര്യാദ നിനക്കൊരു കമ്മിറ്റ് ഇട്ടു, നീ പിന്നെ കേറി ചൊറിയൂ അല്ലേ? അല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണോ ബൈബിളിൽ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ വിളിക്കാനാണോ പഠിപ്പിക്കുന്നത്? അല്ല നീ ബൈബിളിലാണോ പഠിപ്പിക്കുന്നത്? എന്നെ 24 മണിക്കൂർ കുത്തിയിരുന്ന് വിമർശിക്കുക. നിന്റെ അപ്പനെ പോയി വിമർശിക്കടാ കഴിവറ മോനെ. ആണോ? പാസ് ഏത് ചർച്ചിലോട്ടാ ദുബൈയിലോട്ട് ചെല്ലുന്നേ? നിന്റെ അപ്പന്റെ കോണാത്തിലെ ചർച്ച് പോടാ മറ്റേ മോനെ. ചിരിയും വരുന്നു പാസ്റ്ററുടെ സംസാരം കേട്ടപ്പോ. എന്ത് ചെയ്യാനാ? ഞാനൊരു സുവിശേഷ നിനക്കെന്നെ ശരിക്കും അറിയത്തില്ല. അതുകൊണ്ട് നിനക്ക് ശരിക്കും അറിയത്തില്ല. ആണോ? നിനക്കെന്നെ അറിയത്തില്ല. നീ അന്വേഷിക്കണം രാജഗോപുരം MLA-യോടോ അല്ലെങ്കിൽ ഇവിടുത്തെ BJP നേതാക്കന്മാരോടോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരോടോ അല്ലെ. ഞങ്ങൾക്ക് പൊളിറ്റിക്സിലൊന്നും പിടിയൊന്നുമില്ല. ഞങ്ങൾക്ക് കർത്താവിൽ മാത്രമേ ആശ്രയമുള്ളൂ. ഞങ്ങൾക്ക് MLA ഒന്നും പിടിയില്ല. നമ്മള് സാധുക്കളാ. എടാ നീ എവിടാണെന്ന് പറ, അല്ലെ നീ പറയുന്നിടത്ത് ഞാൻ വരാം. നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. ഞാൻ ഇപ്പം വിളിക്കുന്നത് വെമ്പിളി ഹാരോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താ. അപ്പൊ നാളെ ഇങ്ങോട്ട് വരുന്നോ ടിക്കറ്റ് എടുത്ത്? നിന്റെ അപ്പനോട് പറ ടിക്കറ്റ് എടുത്ത് വരാൻ. ഈ ലണ്ടനിൽ എനിക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. വർത്താനം പറഞ്ഞു നിന്റെ നമ്പർ വെച്ച് നിന്നെ ഞാൻ കേസ് കൊടുക്കും കേട്ടോ. ഞാനല്ലല്ലോ വിളിച്ചത്, നിങ്ങളല്ലേ എന്നെ വിളിച്ചേ. നിങ്ങളെന്നെ വിളിച്ച കാര്യങ്ങൾ ചെയ്തപ്പോഴല്ലേ ഞാൻ അങ്ങോട്ട് നിങ്ങളെ തിരിച്ചു വിളിച്ചത്. നിന്റെ പോസ്റ്റ് മുഴുവൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ സൈബർ കേസ് കൊടുത്താണ് പിന്നെ ബാലനെ മോനെ ഞാൻ 14 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടത്. ഒരു നിസ്സാര കാര്യം കേട്ടോ. നീ താളം തരം നോക്കി കളിക്കട്ടോ. അയ്യോ അന്നേരം ഞാൻ ഇനിയിപ്പോ നാട്ടിലോട്ട് വരാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? കഞ്ഞികളല്ലേ അഭിപ്രായം പറയുന്നുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഇട്ട പോസ്റ്റ് നിങ്ങൾ എന്തിനു നിങ്ങളെ തന്നെ പൊക്കിയിടുന്നത്? ഇപ്പൊ ഞാൻ തന്നെ പറയുക, ഞാൻ തന്നെ അധ്യക്ഷനെ, ഞാൻ തന്നെ സാറ്, ഞാൻ തന്നെ ട്രഷററി. അപ്പൻ ഇടുവാടോ എന്നെ കുറിച്ച്. എന്നെ പൊക്കി പിന്നെ നിന്റെ അപ്പൻ ഇടുവാടോ. നിങ്ങളെ പറ്റി എന്റെ അപ്പൻ എന്തിനാ ഇടുന്നേ? നിങ്ങൾ എന്തിനാ ഇത്രയും വലിയൊരു ഗ്രൂപ്പിൽ നിങ്ങളെ തന്നെ നിങ്ങൾ മാടയാ നിങ്ങളെ കോടയാന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇത് കൊണ്ടിടുന്നേ? ഈവൻ ഏതെങ്കിലും ഗ്രൂപ്പുകാരെന്തിന് തയ്യാറായെന്ന് ചിന്തിക്കുന്നില്ല. ഗ്രൂപ്പുകാർ തയ്യാറായെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വയം പൊങ്ങികൾ അനുഭവിക്കട്ടെന്നും പറഞ്ഞാണ് ഗ്രൂപ്പുകൾ തയ്യാറായത്. MPFT ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 35,000 പേരിൽ ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ്. അങ്ങനെ പല പല ഗ്രൂപ്പുകളിലും കൊണ്ട് നിങ്ങളെ തന്നെ സ്വയം പൊക്കിയിട്ടുള്ള പോസ്റ്റ് ഇടേണ്ട കാര്യം എന്തുവാ? ഞങ്ങളെല്ലാരും ആ ഗ്രൂപ്പിലുള്ളവർ ഞങ്ങൾ കാണണ്ടേ? നിങ്ങളുടെ ഏത് ഗ്രൂപ്പിൽ നോക്കിയാലും നിങ്ങളുടെ പോസ്റ്റേ ഉള്ളൂ. തോമസ് ഊട്ടി പൊന്നൂസ് ദുബൈയിലേക്ക്, തോമസ് ഊട്ടി പൊന്നൂസ് മറ്റിടത്തേക്ക്. ഏത് ചാനൽ നോക്കിയാലും ഞാനുണ്ടോ? ഇവിടുത്തെ റാന്നി, മലനാട്, സിറ്റി, ഹാർവസ്റ്റ്, പൗർഷന് എല്ലാ ചാനലും ഞാനുണ്ടോ? നീ എന്നെ വെട്ടിക്കളെ നോക്കണം. ഇത്രയും സവിശേഷം പറയുന്ന ഒരു വ്യക്തിയാണോ ഇപ്പൊ ഇങ്ങനെ മറ്റേ മോനെ അവിടെ കൊണ്ട് കൈയിടടാ ഇങ്ങനെ മറ്റേ ലീ കൂളി എന്നൊക്കെ പറഞ്ഞു? പിന്നെ അഹങ്കാരികളുടെ ചെവിക്കലിന് അടിക്കാനും അറിയാം. അല്ല വിവേകം മാത്രമായിട്ടല്ല ഇങ്ങോട്ട് ജനിച്ചു കേട്ടോ. ആണോ? അന്നേരം സ്വയമായിട്ട് പാസ്, സുവിശേഷ പ്രസംഗികനോ കൺവെൻഷൻ പ്രാസനൊക്കെ പറഞ്ഞു പിന്നെ വചനം മാത്രം പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? അയിരൂര് നീ ഇറക്കണം. അയിരൂര് ജ്ഞാനായ വിഭാഗത്തിൽ ജനിച്ചു വളർന്നതാണ് കേട്ടോ. നിങ്ങൾ കാനായി വളർന്നോ ഏത് കാലിന്റെ ഇട വളർന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാനൊന്നും എന്റെ വിഷയമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം റെക്കോർഡാ. ഇത് റെക്കോർഡാ. ഇതിപ്പോ വരും. ഇപ്പൊ പല ഗ്രൂപ്പുകളുടെ അടി വരും. ഈ പറയുന്ന ആൾക്കാരൂടെ കേക്കട്ടെ. ദുബൈയില് മീറ്റിംഗ് തരുന്നവരൂടെ കേക്കട്ടെ. ദുബൈയില് മീറ്റിംഗ് തരുന്നൂടെ കേക്കട്ടെ. കാരണം ഞാനും 5 വർഷം ഗൾഫിൽ ദുബായി കിടന്ന് ചൊരച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. നീ പണി നോക്ക്. എടാ നിന്നെ ഇതാണോ വചനം പഠിപ്പിക്കുന്നത്? നീ ഇന്നലെ ഒരു മെസ്സേജ് ഇട്ടല്ലേ, ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ പോവാ. നീ പിണറായിയുടെ കൂടെ നിൽക്കുന്ന നാട്ടിലുള്ള ലോക്കൽ പാർട്ടി അഴിമതി നടത്തുന്നത്. അഴിമതി നടക്കുന്ന നിന്റെ തന്ത വിചാരിച്ചാലും അത് നടക്കത്തില്ല. അത് വിട്. പിന്നെ ഒരു അഴിമതി പാർട്ടിയുടെ ഒരു നേതാവുമായിട്ട് നിന്നെന്നും പറഞ്ഞ് ഞാൻ എന്താ വേണം? നീ ഒരു അഴിമതി പാർട്ടിയുടെ നേതാവ്. നിന്നെ ഇത്രയും നേരം ഞാൻ പെന്തക്കോസ്റ്റിൽ ഒരു പാസം എന്നുള്ള രീതിയിൽ അലോ എന്നൊക്കെ സ്നേഹത്തോടെ സംസാരിച്ചേ. അല്ലല്ല നീ
വല്ലല്ലോ നീ നീ ഒരു ഗ്രൂപ്പും പറയണ്ട. എടാ നീ പോയി നോക്ക്, നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന കമന്റുകൾ പോയി നോക്ക്, ഏതെങ്കിലും ഒരുത്തൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പോടാ പുല്ലേ വെച്ചിട്ട്.